ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സഫ ഫുഡ്ലാൻഡ്. എന്തൊക്കെ എല്ലാവർക്കും സുഖം തന്നെ, നമ്മളും സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡെയിൻ മൈ ലൈഫ് വന്നിട്ടാ. കുറേ ആയി ഞാൻ ഡെയിൻ മൈ ലൈഫെല്ലാം ചെയ്തിട്ട്, അതുപോലെ തന്നെ റെസിപ്പീസും ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്, പിന്നെ നാടൻ ലഞ്ച് റെസിപ്പീസും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാവിലത്തെ സ്കിൻ കെയറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോ വ്ളോഗെല്ലാം പണ്ട് കാണുന്നവർക്കെല്ലാവരും ആയിരിക്കും ഞാൻ ബ്ലാക്ക് മുന്തിരി വെള്ളത്തിലിട്ടിട്ട് കഴിക്കലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിപ്പോഴും കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതും ബദാമും രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ വെള്ളത്തിലിടലുണ്ട്. ഇപ്പോൾ അതിനും എനിക്കും കൂടെ കേട്ടോ, ഒരാൾക്ക് 5 അങ്ങനെ കഴിക്കലുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ കഴിക്കൂട്ടോ. പിന്നെ ഈത്തപ്പഴത്തിൻ്റെ ലഡു ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നട്ട്സും എല്ലാം ഇട്ടിട്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിതെല്ലാം കഴിക്കലാണ്. ഇതെല്ലാം പിന്നെ സ്ഥിരം ഉള്ളത് തന്നെ എന്നിട്ടാ. പിന്നെ ഞാൻ 1/2 ലിറ്ററോളം വെള്ളം അങ്ങനെ കുടിക്കും. പിന്നെ അതിൻ്റെ ശേഷം നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാം. അതിൻ്റെ മുന്നായിട്ട് ഇന്ന് ഗോതമ്പ് ദോശ എന്നിട്ട് ഉണ്ടാക്കുന്നത്. ഇതെല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം. മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 3/4 കപ്പോളം മൈദപ്പൊടിയല്ല, ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് പൊടി ഇട്ടതിന് ശേഷം പിന്നെ 1 ടീസ്പൂൺ വെച്ചിട്ട് ഒന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ. അതെന്തിനാണെന്നറിയോ, മിക്സിൻ്റെ ജാറിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ പൊടി ഇട്ട് കൊടുക്കരുത് കേട്ടോ. ആദ്യം വെള്ളം പിന്നെ മുട്ട ഇട്ട് കൊടുത്തിട്ട് വേണം പൊടി ഇട്ട് കൊടുക്കാൻ. പൊടി ഫസ്റ്റ് ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ മിക്സിൻ്റെ ജാറിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഉപ്പിട്ടിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ദോശമാവിനെക്കാട്ടി കുറച്ചും കൂടെ കട്ടിയിലായിരിക്കണം. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചൂടോട് കൂടി ഉണ്ടാക്കാനും ദോശ നല്ലത്, കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. ഇനി അതിലേക്ക് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കട്ടെ. അടിപൊളി ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പരന്ന പാത്രം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലത് കേട്ടോ. അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചായിട്ട് കറി ഉണ്ടാക്കുന്നുള്ളൂ. വെള്ളക്കടലല്ലേ, അത് 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് ആട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി 2 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചും ചെറുതാക്കിയിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഗോൾഡൻ കളറായിട്ട് വരുമ്പം അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 2 എടുക്കുക കേട്ടോ. വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 1 എടുക്കുക. നല്ല പൊടിയായിട്ട് കട്ട് ചെയ്യട്ടോ. എന്നിട്ട് നല്ലോണം വാട്ടിയെടുക്കുക. എന്നിട്ട് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ ചതച്ച് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിതാ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ കേട്ടോ. പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൗഡറും ഒരു 1/4 ടീസ്പൂൺ. കൂടി പോവരുത് കേട്ടോ. അതും ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഈ മസാലപ്പൊടി അത് നല്ലോണം ആ ഒരു പച്ചമണം മാറുന്ന വരെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. തീ ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ. ഉള്ളി വാടിയതിന് ശേഷം തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൗഡറെല്ലാം ചേർത്ത് കൊടുക്കാൻ. എരിവുള്ള മുളക് പൊടിയല്ല കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്, കാശ്മീരി മുളക് പൊടിയാണ്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ അല്ല ചേർത്ത് കൊടുത്തത്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഞാൻ ഓർമ്മയില്ലാതെ പറഞ്ഞതാണ് വെളിച്ചെണ്ണാന്ന്. അപ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മസാലൻ്റെ പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തക്കാളി, വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എടുത്തോളി. എന്നിട്ട് മിക്സിൻ്റെ ജാറിൽ നല്ലോണം അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട, അങ്ങനെ പീസാക്കിയിട്ട് അരച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനിയിപ്പം ആ ഒരു തക്കാളിയില്ലേ നല്ലോണം മിക്സാക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മൂടിയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഞാനിപ്പോൾ മൂടി വെക്കുന്നില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം
നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിൻ്റെ ഒരു പേസ്റ്റില്ലേ നല്ലോണം മിക്സ് ആക്കട്ടെ. അതിൻ്റെ ശേഷം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് വരാൻ, ഒരു പച്ചമണം ഒക്കെ ഒന്ന് മാറി കിട്ടാൻ 2 മിനിറ്റ് പിടിക്കൂട്ടാം. അതുവരെ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ എണ്ണ ഇങ്ങനെ നമ്മൾ ഒഴിച്ച എണ്ണയില്ലേ, തക്കാളി വെന്തെന്ന് കണ്ടാൽ അതിൻ്റെ എണ്ണ ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോഴാണ് തക്കാളി വെന്തെന്ന് അറിയില്ല. അതുവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അതിൻ്റെ അടുക്ക് നമ്മൾ മാവ് അരച്ച് വെച്ചില്ലേ, ഞാൻ ഗോതമ്പ് ദോശ ചുട്ടുകൊണ്ടുണ്ട്. ഇതുപോലെ നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ കുറച്ച് ഒരു തവി ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഇത്ര തന്നെ കേട്ടോ, അത്രയേ പണിയുള്ളൂ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക, തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അതും തന്നെ ചട്ടി ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ ദോശ പിന്നെ നമ്മൾ ഇതേപോലെ ചുറ്റിച്ചെടുക്കാനൊന്നും പറ്റില്ല. അപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ചെയ്യട്ടെ. അപ്പോഴേക്കും നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ തക്കാളിയെല്ലാം നല്ല വെന്തിട്ട് ഇത് കണ്ട ഓയിലെല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. ഇതുവരെ തക്കാളി വേവിച്ചെടുക്കണം കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ശേഷം ഞാൻ വെള്ളക്കടല വേവിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു 3-4 വിസിലാക്കിന് കേട്ടോ. നമ്മൾ എത്ര ടൈം വെള്ളത്തിൽ പുതിർത്ത് വെച്ച് അതിനനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. നല്ലോണം വെന്ത് ഉടയണ്ട കേട്ടോ, ആ ഒരു രീതിയിലാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ഒരു 1/4 കപ്പ് വെള്ളമെല്ലാം ഉണ്ടാവും. ആ വേവിച്ചെടുത്ത വെള്ളം കടലയും കൂടെ അതിലേക്ക് ഒഴിച്ചെടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കാര്യം ആ ഉള്ളിയും തക്കാളിയും ആ ഒരു വെള്ളക്കടലയും എല്ലാം കൂടെ നല്ലോണം തിളച്ചിട്ട് അത് വറ്റി കുറച്ചൊന്ന് ഗ്രേവി നല്ല കട്ടിയിൽ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ തിളക്കട്ടെ. അപ്പോഴേക്കും കുറച്ച് കൂടുതൽ തന്നെ എന്താ പറയുക പാത്രങ്ങളെല്ലാം അതിന്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് മുറിയെടുക്കുന്നുണ്ട്. ഞാനില്ലേ പെട്ടെന്ന് കഴുകിയിട്ട് എടുക്കും കേട്ടോ. എനിക്കിഷ്ടമല്ല ഈ പാത്രം ഇങ്ങനെ കൂടിയിട്ട് വരുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയിട്ട് എടുക്കുന്നുണ്ട്. പാത്രമെല്ലാം കഴുകിയിട്ടെല്ലാം കഴിഞ്ഞ് അപ്പോൾ അതിന് ഡിഷ് വാഷ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എടുത്ത് വെച്ച ഒരു ബോട്ടിൽ ചെറുത്. അപ്പോൾ അതിലൊന്ന് ഫുള്ളാക്കട്ടെ. എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ കറി നല്ലോണം തിളച്ചിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ. ഇനി കറിയിലേക്കില്ലേ 2-3 ഐറ്റംസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോഴാണ് ആ ഒരു കറീൻ്റെ ടേസ്റ്റ് പക്കാവുള്ളൂ. അപ്പോൾ ഓയിലൊക്കെ മുകളിലേക്ക് ഇത് കണ്ട കറിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, മുകളിലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുവരെ ഇത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ്. ഇനിയിപ്പം ഇതിലേക്ക് ലോ ഫ്ലെയിമിലാക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് കസൂരി മേത്തി ഒരു 1/4 ടീസ്പൂൺ കസൂരി മേത്തി കൈയേറ്റ് നല്ലോണം ഇങ്ങനെ ഒന്ന് ഞെരടി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. ഇത് തിളക്കുമ്പോൾ എൻ്റെ സാറേ എന്തോ ഒരു മണം തന്നെ കേട്ടോ. പിന്നെ മെയിനായിട്ട് 1/4 ടീസ്പൂൺ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ, ഷുഗർ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ആ ഒരു സംഭവം. റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം നമ്മൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് അല്ല. അപ്പം ആ ഷുഗർ കുറച്ചേട്ടാ, കൂടി പോവേണ്ട, കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കട്ടോ. പിന്നെ മല്ലിയില അതേപോലെ തന്നെ കുറച്ച് കൂടുതൽ തന്നെ പൊടിയായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള തന്നെ ചേർക്കാൻ നോക്കട്ടോ. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നല്ലോണം ഇളക്കിയിട്ട് തീ ഓഫാക്കിയിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചന മസാല കുറച്ച് തിക്കായിട്ടെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ചനാദാൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഓർമ്മയില്ലാതെ പറഞ്ഞ കേട്ടോ ചന മസാല. അപ്പോൾ ഇതുപോലെ തിക്കായിട്ട് വരണം കേട്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ പൂരിൻ്റെ കൂടെ പൊറാട്ടൻ്റെ കൂടെ എല്ലാം നല്ല അടിപൊളി കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ചപ്പാത്തിയുടെ കൂടെ എല്ലാം ഞാനിപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഗോതമ്പ് ദോശയെന്ന് ആക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ സെർവ് ചെയ്തിട്ട് നമ്മൾ കഴിക്കലാന്നിട്ട് ചെറിയ ചൂടോട് കൂടി തന്നെ കഴിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഗോതമ്പ് ദോശയും ചെറിയ ചൂടുമാണ് കേട്ടോ കഴിക്കുമ്പോൾ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഇതുപോലെ ചന മസാല ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ 2-3 ഇൻഗ്രീഡിയൻസ് നമ്മൾ ലാസ്റ്റ് ചേർത്തില്ല, അത് മസ്റ്റായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് അതുപോലെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ
കുറച്ച് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇൻസ്റ്റയിൽ മെസ്സേജ് ആയിട്ടും പിന്നെ അതുപോലെ തന്നെ കമൻറ്റിലൂടെ എല്ലാം എൻ്റെ അടുത്ത് പറയലുണ്ട്, സൽമാനിൻ്റെ റെസിപ്പീസ് എല്ലാം മിസ്സാന്ന്, നമ്മളെല്ലാം ഉണ്ടാക്കി നോക്കലുണ്ട്, അപ്പോൾ റെസിപ്പീസ് എല്ലാം ചെയ്യണേ, മിസ്സാകുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പെരുന്നാളിൻ്റെ അപ്പത്തിൻ്റെ എല്ലാം. പിന്നെ അതുപോലെ തന്നെ എന്തെല്ലോ റെസിപ്പീസ് എല്ലാം ചെയ്യാനും വേണ്ടിയിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോറി കേട്ടോ, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലേ കുറച്ച് ബിസി ആയതുകൊണ്ടായിരുന്നു. ഇനിയിപ്പം ഞാൻ ഓരോന്നായിട്ട് റെസിപ്പീസ് എല്ലാം ചെയ്യുക. ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഈ വീഡിയോസ് എടുക്കുമ്പോൾ കുറച്ച് ലേറ്റാണ്, അപ്പം അതുകൊണ്ടാണ് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാത്തത്. ഇൻഷാല്ലാ ഇനി റെസിപ്പീസും അടിപൊളി റെസിപ്പീസും ഒക്കെ ഞാൻ ചെയ്യാം. പിന്നെ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലും ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കട്ടെ. ചായ എല്ലാം കുടിച്ചതിന് ശേഷം കുറച്ച് പാത്രമെല്ലാം കഴുകിയ, പിന്നെ ഫോണിൽ ചാർജില്ലേനെ, അങ്ങനെ ചാർജിലെല്ലാം ഇട്ട് ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞിട്ട് നേരെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം ബെഡ്ഷീറ്റും ബെഡ് കവറും ഒക്കെ ഒന്ന് മാറ്റാനുണ്ട്. ഇപ്പോൾ ഞാൻ പുതിയത് വാങ്ങിച്ചാണ് കേട്ടോ. ഡുവേ കവറുണ്ട്, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്, പിന്നെ പില്ലോ കവർ അതെല്ലാം വരുന്നുണ്ട്. അത് ഞാൻ കാണിക്കട്ടെ. അപ്പോൾ അത് അതിനെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഓർമ്മയായത്, എൻ്റെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നല്ലേ, അത് ഞാൻ ഹാളിലല്ല വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതാ ബാൽക്കണിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കാര്യം ഞാൻ ഹാളില്ലേ, നമ്മളിപ്പോൾ ഡ്രസ്സിൻ്റെ എല്ലാം ഓൺലൈനിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്റ്റുഡിയോ ആക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെടിയെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രാവിലെയും വൈകുന്നേരം ഞാനൊന്ന് എന്താ പറയുക സ്പ്രേ ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ വെള്ളം. അപ്പോൾ അത് ഓർമ്മയായപ്പം അതൊന്ന് സ്പ്രേ ചെയ്യാനും വേണ്ടിയിട്ട് ഇതാ ബാൽക്കണിയിലേക്ക് വന്നതാണ്. ഇവിടെ ഇപ്പം അത്യാവശ്യം ചൂടെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ബാൽക്കണിയിൽ തന്നെ കേട്ടോ ഞാൻ ചെടിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത്. തണുപ്പെല്ലാം ഉണ്ടായിരുന്നല്ലേ, ഇനിയിപ്പം ചൂട് കൂടി വരികയാണ്. അപ്പം ചിലപ്പോൾ ഇനി ബെടക്കാവാനുള്ള സാധ്യത ഉണ്ട്. എത്ര നമ്മൾ നനച്ചു കൊടുത്താലും ചിലപ്പോൾ അത് അതിൻ്റെ ചൂട് കൊണ്ട് ബെടക്കാവാന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഉള്ളിലേക്ക് തന്നെ വെക്കും അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബെഡ്ഷീറ്റ് കവറും അങ്ങനെ എല്ലാം കൂടെ വരുന്ന സെറ്റ് വാങ്ങിച്ചിരുന്നു. 2 വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഞാൻ പിന്നെ കാണിക്കാം, ഒന്ന് ഇതാ ഞാനിപ്പം ഏതായാലും ഇടാൻ പോവാന്ന്. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇത് 6 പീസാണ് കേട്ടോ വരുന്നത്. അതായത് ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ ഡുവേ കവറുണ്ട്, പിന്നെ 4 പില്ലോ കവറുണ്ട്. അതായത് ഡിസൈൻ വരുന്ന 2 പില്ലോ കവറ്, പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള 2 പില്ലോ കവർ കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ 6 പീസാണ് വരുന്നത്. ഇത് കിങ് സൈസാണ്, നമ്മൾ ബെഡ് കിങ് സൈസാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഫുൾ കോട്ടൺ അല്ല, നല്ല പോളിസ്റ്റർ കുറച്ചൊന്ന് ടച്ച് ഉണ്ട് കേട്ടോ. രണ്ടും കൂടെ ചെറുതായിട്ട് പോളിസ്റ്റർ ഉണ്ട്, ഫുൾ കോട്ടൺ അല്ല അങ്ങനെ. പക്ഷേ ഈ കളറില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കൂടുതലും ഇഷ്ടം ലൈറ്റ് കളറാണ്. ഞാൻ ലൈറ്റ് പിങ്ക് അങ്ങനത്തെ എല്ലാം എടുക്കല് കേട്ടോ. എനിക്ക് ഡാർക്ക് ബെഡ്ഷീറ്റൊന്നും ഇഷ്ടമേ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കളേഴ്സ് ആയിട്ടുള്ള ഇങ്ങനെ എന്താ പറയുക ഡിസൈനെല്ലാം വന്നിട്ട് പല പല കളറിലെല്ലാം വരുന്നില്ലേ, അതൊന്നും എനിക്ക് ഇഷ്ടമേ ഇല്ല കേട്ടോ. എനിക്കിങ്ങനെ ലൈറ്റ് ഏറ്റവും ഇഷ്ടം വൈറ്റിലാണ്. പിന്നെ വൈറ്റ് എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഫത് പറഞ്ഞു ഇത് ഈ ഒരു കളറ് വാങ്ങിച്ചു, അത് നല്ലുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഇതും വേറൊരു കളറും വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇൻഷാല്ലാ പിന്നെ കാണിക്കട്ടെ. ഇടുമ്പം അത് വേറെ ഡിസൈനാണ്, ഇത് വേറെ ഡിസൈനാണ് കേട്ടോ. പില്ലോ കവർ ഞാൻ പറഞ്ഞല്ലേ 4 വരുന്നത്, അതിൽ 2 ഡിസൈൻ വന്നതും 2 പ്ലെയിൻ ആയിട്ടുള്ളത് വന്ന്. പിന്നെ ഇത് ബെഡ്ഷീറ്റാണ് കേട്ടോ. അതിൻ്റെ മെറ്റീരിയൽ നോക്കല്ലോ, ഒരു കുഴഞ്ഞെടുക്കുന്ന നല്ലൊരു നിറയെ മെറ്റീരിയലാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിന്. പിന്നെ ഇത് ഡുവോ കവറാണ് കേട്ടോ. ഇത് ഒരു ഭാഗത്ത് ഇതാ ഇങ്ങനെ ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതെന്താ ഒരു കൈത്തുന്നിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ വന്ന പോലെ തന്നെ കേട്ടോ, നല്ലുണ്ട് കാണാനായിട്ട്. പിന്നെ ഒരു ഭാഗത്ത് പ്ലെയിൻ ആയിട്ടാട്ടോ വരുന്നത്. പിന്നെ വരുന്നത് സിബാണ്. എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നു ഒരു പിങ്ക്, ഞാനിപ്പം മാറ്റിയില്ലേ, അതെനിക്ക് ബട്ടൺസാണ് കേട്ടോ ഇങ്ങനെ വന്നോണ്ട് ഫുള്ളായിട്ട് ഓപ്പണാണ്. പക്ഷേ ഇതില്ലേ ഫുള്ളായിട്ട് ഓപ്പൺ ഇല്ല. ഇത് നമ്മൾ കാലും തലയും വെക്കുന്ന ഒരു ഭാഗത്തല്ലേ സിബ്, അവിടെ എവിടെയെങ്കിലാണല്ലോ വരല്. അപ്പം അതിൽ മൊത്തത്തിൽ വന്നിട്ടില്ല, അതിൻ്റെ ഒരു 3/4 ഭാഗം ഇങ്ങനെ വന്നിട്ട് അത് ഞാൻ കാണിക്കട്ടെ, അത്രേ വന്നിട്ടുള്ളൂ. പക്ഷേ ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് ഡുവേ ഇതിലേക്ക് ഫില്ലാക്കാനുണ്ട്. അത് കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ, കാര്യം 2 ഭാഗത്ത് സ്റ്റിച്ച് ആയതുകൊണ്ട് അത് ഞാൻ കാണിക്കട്ടെ. ഇനിയിപ്പം നമ്മളെ ബെഡ്ഷീറ്റും ഒക്കെ പഴയ ബെഡ്ഷീറ്റെല്ലാം എടുത്തിട്ടിട്ട് പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് വേണം ഇതെങ്ങനെ ഡുവേ ഇതിലേക്ക് ഫില്ലാക്കാന്നുള്ളത്
നമ്മൾ യൂട്യൂബിൽ സെർച്ച് ആക്കിയിട്ട് നോക്കിയിട്ട് അപ്പം ആ ഒരു മെത്തേഡിലാണ് കേട്ടോ, ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇങ്ങനെ ഇതിൽ നറുക്കുക എന്നുള്ളത്. അപ്പം അതാണ് കേട്ടോ കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ആദ്യം ചെയ്തത് തൂറ്റിപ്പോയിട്ടാ. എന്താ വെച്ചാൽ ഫസ്റ്റ് ചെയ്തത് നേരായിട്ടില്ല. അതിൽ 2 ആൾ വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ല സിബ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഇത് ഒരു കുറച്ച് ഭാഗത്ത് ഇങ്ങനെ സിബ് വന്നതാണ്. പിന്നെ ഇങ്ങനെ സ്റ്റിച്ചാക്കി 2 ഭാഗത്ത് സ്റ്റിച്ചാക്കിയിട്ടുള്ളത്, നടുവിൽ ഇങ്ങനെ സിബ് വന്നിട്ടുള്ളത് കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ സിബ് വന്നിട്ടില്ല. അപ്പോൾ ഇതിക്ക് ഇനിയിപ്പം ഇടുവ നറുക്കുമ്പോൾ ഇങ്ങോട്ട് പിടിച്ച് വലിക്കാനൊക്കെ ഉണ്ട്. അതൊരു എന്താ പറയുക ഈസി മെത്തേഡിലാണ് അത് നറുക്കുന്നുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരിട്ടാ. അപ്പോൾ ആദ്യം ഇതാ നമ്മൾ പഴയ ബെഡ്ഷീറ്റെല്ലാം ഒഴിവാക്കിയിട്ട് പുതിയ ബെഡ്ഷീറ്റെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഞാൻ ഓൺ വോയിസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരിട്ടാ. പിന്നെ ആദ്യം ചെയ്തത് നമ്മൾ തൂറ്റിപ്പോയിട്ടുണ്ട്, ലാസ്റ്റ് നമ്മൾ നേരെ ചെയ്യുന്നുണ്ട് കേട്ടാ. അപ്പോൾ അതാ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. കവർ എങ്ങനെ ഫില്ല് ചെയ്താൽ കാണാം. ഓക്കെ, പക്ഷെ 2 ആളെ ആവശ്യമുണ്ടല്ലേ? 2 ആളെ ആവശ്യമുണ്ട്. അതാണ് അപ്പൊ നമ്മളൊരു പോസ്റ്റ് ഇടുന്നത് 2 ആളെ ആവശ്യമുണ്ട്. അപ്പൊ ഈ സിബുള്ള ഭാഗല്ലേ, ഇതാ ഈ ഒരു വർക്കെല്ലാം വരുന്ന ഭാഗം എന്താക്കാ താഴത്തേക്ക് എന്താ നമ്മളിപ്പോ ഈ വീഡിയോ കറക്റ്റ് കാണുന്ന അറിയില്ല. ഇതാ ഈ ഓപ്പണിങ്ങിന്റെ ഭാഗല്ലേ, ഓപ്പണിങ്ങിന്റെ ഭാഗം ഇതാ കാലിന്റെ ഭാഗത്തേക്ക് വെക്കാം അല്ലേ? ഇതാ അതേപോലെ തന്നെ ഈ വർക്ക് വരുന്ന ഭാഗം താഴേക്കും വെക്കണം. ഓക്കെ, എന്നിട്ട് താഴേക്ക് വെച്ചിട്ട് ഇതേപോലെ നീർത്തി വെക്കുക. ഇതേപോലെ നീർത്തി വെക്കുക. സിപ്പും എത്ര സിപ്പ് ഉണ്ട് അതിനനുസരിച്ച് തുറന്ന് വെക്കുക. ചിലതിൽ സിപ്പ് ഉണ്ടാവും, ചിലതിൽ സിപ്പ് ഉണ്ടാവില്ല. ഓക്കെ, ചിലതിൽ ഫുൾ ഓപ്പൺ ആണ്. നമ്മളൊരു താഴെയുള്ളത് ബട്ടൺസ് അല്ലേ? ബട്ടൺസ് ഫുൾ ഓപ്പൺ ആണ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഇങ്ങനെ ഇടാം, ഫുള്ളായിട്ട് കറക്റ്റ് ഫുള്ളായിട്ട് ഇടാം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഭാഗം ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗല്ലേ നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ഭാഗം താഴ്ത്തിയിട്ട് വെക്കണം. ഓക്കെ, ഇതാണ് ഈ സാധനം. ഇതെന്ന് വെച്ചാല് ഇതിന്റെ എല്ലാ കോർണറും ഒരുപോലെ ആക്കാം. ഒരുപോലെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരുപോലാണ്. എന്നാലേ നിങ്ങൾക്ക് കോർണർ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ആദ്യം ഇവിടെ എല്ലാ ലെവലാക്കി വെക്കാം. ആദ്യം കറക്റ്റ് എല്ലാ കോർണറും ഒരേ ലെവലായിരിക്കണം കേട്ടോ. കോർണറും ഇതിന്റെ എല്ലാ ഭാഗവും ഒരുപോലെ ആക്കി വെക്കാം. ഓക്കെ, ഈ ഭാഗമായാലും എല്ലാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാവും. ഓക്കെ, ഇത് അറിയാത്തവർക്കായിട്ട് ചെറിയൊരു കണ്ടുപിടുത്തം അല്ലേ? ഒറ്റാക്കിയിട്ട് ആദ്യം വെക്കണം കേട്ടോ, എന്നാലാണ് നമ്മൾ ഈ പണി നടക്കുള്ളൂ. ഓക്കെ, ഇതിപ്പോ ഇവിടെ കണ്ടോ, ഈ കോർണർ ഇവിടെ കിട്ടി, ഇത് ഇവിടെ കിട്ടണം. ഓക്കെ, അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് കണ്ടില്ലേ, ആ കോർണർ ഈ കോർണർ രണ്ടാളും ഒരുപോലെ പണിയെടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യം പിരിച്ചതൊക്കെ ഓർമ്മ ഉണ്ടല്ലേ? ഇതിന്റെ ഫ്രണ്ട് ഭാഗം അടിയിലോട്ട് വെച്ചത് നമ്മൾ ഇതിങ്ങനെ കറക്റ്റ് ഓരോ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പോവാം. അപ്പൊ ഇവിടെ ലെവലാക്കണം. ഈ ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ഇവിടെ ലെവലാക്കിയിട്ട് കൊടുക്കണം. ഓക്കെ മേഡം, ഇങ്ങനെ ആക്കുക. നല്ല സ്നേഹത്തോട് കൂടി ഇങ്ങനെ ആക്കുക. പിന്നെ കുറച്ചും കൂടി സ്നേഹത്തോട് കൂടി ഒന്നും കൂടി തേക്കുക. അപ്പൊ ഇത് കുറച്ച് ഇങ്ങോട്ട് വെച്ചാല് നമുക്ക് കറക്റ്റ് നിങ്ങൾക്ക് കാണുമല്ലോ നമ്മുടെ ആ ഫിനിഷിങ്. കോർണർ പിടിക്കാനാണ് പറഞ്ഞത്. ഇത് ഇങ്ങോട്ടാക്കിയ പോലെ ഇത് എന്നാലും ഇങ്ങോട്ട് ഇത് മൊത്തത്തിൽ തിരിക്കണം. മൊത്തത്തിൽ തിരിച്ചിട്ട് ഇത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇടാനാ പറഞ്ഞത്. പക്ഷെ ഈ ജിപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ആദ്യം ഇത് ഉൾട്ടാക്കിട്ട് വെക്കണം. ഇത് ഇങ്ങോട്ട് ഇത് ഇങ്ങോട്ടാണ്, ഇത് ഇങ്ങനെ. അപ്പൊ ഗായ്സ് സംഭവം ബുദ്ധി നമുക്ക് രണ്ടാമതൊന്നും കൂടി ചെയ്യാം. ഇത് ഇങ്ങനെയല്ല, ഇത് മറിക്കണം. ഇത് ആദ്യം മറിച്ച് വെക്കണം. അപ്പൊ എന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഞങ്ങള് മൂഞ്ചിട്ടുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാണ്. പക്ഷെ വീഡിയോസ് വീണ്ടും വീണ്ടും കാണാനൊന്നുമില്ല. ഞങ്ങള് ഡയറക്റ്റ് അത് നോക്കി ഓർമ്മ വെച്ച് ചെയ്യാൻ നോക്കിയത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ആയി. തിരിച്ചിട്ടിടണം ആദ്യം. ഓക്കെ, ഈ ചെയ്തതൊക്കെ കറക്റ്റ് ആണ്. പക്ഷെ എന്താ വെച്ചാൽ ആദ്യം തന്നെ ഈ അടിയിലുള്ള
ഈ കവറില്ലേ ഇട്ടത് ശരിയായിട്ടില്ല, ഇത് മറിച്ചിട്ടിടണം. ഓക്കെ, അതായത് ചെയ്യുമ്പോ തന്നെ ഉള്ള് പൊറാക്കിയിട്ടിടണം. അങ്ങനെ നമ്മൾ മുഞ്ചിയത്. മറിച്ച് വെക്കണം കേട്ടാ, ആദ്യം മറിച്ച് വെക്കണം. അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിച്ചോ. ഓരോ 5 മിനിറ്റും വിലപ്പെട്ടതാണ്, പാഴാക്കരുത്. ആദ്യം മറിച്ച് വെച്ചതിന് ശേഷം മാത്രം ആ സിബുള്ള, അതായത് ഓപ്പണിങ്ങിന്റെ സൈഡ് ആ ഭാഗത്ത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സാധാരണ അതിൽ എന്തെങ്കിലും ഫ്ലവർ ഡിസൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അകത്തേക്ക് പോകണം ആദ്യം, മനസ്സിലല്ലേ? അത് അകത്തേക്ക് പോവാ. നമ്മള് ഓരോ മൂലക്കുരു നോക്കിയിട്ട് അവസാനം മൂഞ്ചി. ഓക്കെ, ഫസ്റ്റ് ഇല്ല അടുത്തത് ഒരു ചെറിയ തെറ്റില്ലുണ്ടാവും. തെറ്റ് പറ്റിയാലും നമുക്ക് ശരിയാക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഗായ്സ്, രണ്ടാമത്തെ കടുത്തമാണ്. അപ്പൊ ഇതൊക്കെ അങ്ങനെ തന്നെയാണ് ആദ്യം പറഞ്ഞ പോലെ തന്നെ മൂലക്കുരുവിൽ സഹദേവന് ഇങ്ങനെ പിടിക്കാം. മൂലക്കുരു സഹദേവൻ. ഓക്കെ, ഓരോ കറക്റ്റ് സെറ്റ് ആക്കാം. അതിനാണെന്നുണ്ടെങ്കിൽ ജലദോഷമാണ്. ഇന്നലെ വന്നതാ, ഇന്നലെ വന്നപ്പോ തുമ്പിങ്ങോണ്ടുണ്ട്. വൈകുന്നേരം ആയപ്പോ കൂടി അല്ലേ, ഇങ്ങനെ കൂടി മറിച്ചപ്പോ കൂടിയാ. അത് ഉള്ളത്തെ കവർത്ത്. ഓക്കെ, ഇനിയിപ്പോ നമ്മള് ഇവിടുന്ന് അതേപോലെ കൊണ്ടുവരും. ഓക്കെ, സെറ്റ് ആക്കണം കേട്ടോ. ഫസ്റ്റ് കറക്റ്റ് കോർണർ പിടിക്കാം. കോർണർ ഇത് ലെവലായിരിക്കണം, ഇല്ലെന്ന് നമുക്ക് ഫോൾഡ് ചെയ്യുമ്പോ ആ ഒരു പ്രശ്നം വരും. ഓക്കെ ഓക്കെ, കുറച്ച് ചെറിയ മണക്ക് കൊടുക്കാം അല്ലേ? ചെറിയ മണക്ക് കൊടുക്കുക. ആ സാധനത്ത് റെഡി ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ, അതായത് മൂലം കുടിയിൽ സാധ്യത. ഓക്കെ, അതെന്താ കൂടിയത്? ഓക്കെ, ഇനിയിപ്പോ ഇങ്ങോട്ട് നേരെ മറിച്ചിടും. ഓക്കെ ഓക്കെ, കുറച്ച് ഇങ്ങോട്ട് വെച്ചു. ഇനിയാണ് കളി. ഇത് ഫുൾ ഓപ്പൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലത്, കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇത് ഫുൾ ഓപ്പൺ ഇല്ല. അപ്പൊ ഈ ഓപ്പണിങ്ങിന്റെ ഇതില്ലേ, ഇത് ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കണല്ലോ. ഈ ഒരു കോർണർ പിടിക്കാം, പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. കൊണ്ടുവന്നിട്ട് ഇതുണ്ടല്ലേ, ഇതുണ്ടല്ലേ, എന്തിനെന്തോ ആയാലായി. ഓക്കെ, പിടിക്കണല്ലേ? എനിക്ക് പ്രശ്നത്തിൽ ഇപ്പൊ എങ്ങനെ അല്ല കിട്ടുന്നില്ലേ? ഇങ്ങനെ ഞങ്ങളും ചെയ്തേ, ഞങ്ങളും കണ്ടുപിടിച്ചേ. ഓക്കെ, അപ്പൊ നമ്മളെ കൊണ്ട് പറ്റും അല്ലേ? നല്ല പെർഫെക്ഷൻ. ഈസി ആയിട്ട് ഇടാൻ പറ്റുണ്ടാവും. പക്ഷെ ഇത് ശരിക്കും പണ്ടിടും പോലെ ഇടാണെങ്കിൽ എത്ര പണി ആലോചിച്ച് നോക്കിയത്. ഏതെങ്കിലും ചൈനക്കാര് കണ്ടുപിടിച്ചായിരിക്കും, ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്ന അവരല്ലേ ഷോർട്ട്. ഇപ്പൊ ഇടാൻ ഫുള്ള് കറിയില്ല. ഇനി നമുക്ക് എന്താക്കാം, ഉള്ളിലേക്ക് ഇങ്ങനെ ഫില്ലാക്കിയിട്ട് വെക്കും. എന്നാ പിന്നെ രണ്ടാമത്തെ ആളും അല്ലെങ്കിൽ ഞാനാണ് അത് കുറിച്ച് വലിക്കുന്ന ആൾ. വെച്ചാല് ഇത് ഇവിടെ ലോക്കായി. രണ്ട് കവർ വരുന്നുണ്ട്, പ്ലെയിൻ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇതുപോലെ വർക്ക് വരുന്നതും.
വർക്ക് വരുന്നത് എടുത്ത്. പിന്നെ ഇത് നമുക്ക് എന്താ പറയാ കട്ടിൽമ തന്നെ ഉള്ള പില്ലോ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് 2 പില്ലോ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിന്റെ ഒരു മോഡൽ ഡിസൈൻ ആണ്. അപ്പോ അപ്പോൾ അതാ ഫുള്ളൊന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ലാസ്റ്റ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ആക്കണം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഡോയ് കവർ നറുക്കുമ്പോൾ കുറച്ച് ഇടങ്ങേറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റെല്ലാം നമുക്ക് കുറച്ച് കഷ്ടമായിട്ട് തോന്നും. പിന്നെ അല്ലേ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് രണ്ടാമത്തേത് ഇനിയിപ്പം ഇത് വാഷാക്കിയിട്ട് പിന്നെ ഇടുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നും കേട്ടോ. ഞാനിപ്പം പറഞ്ഞതിനേക്കാളും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും, ചിലപ്പോൾ മനസ്സിലാവില്ല കേട്ടോ. അങ്ങനെ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലെല്ലാം ചൈനക്കാരെല്ലാം കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഡോയ് എങ്ങനെ ഫില്ലാക്കുക എന്നുള്ളത്. അപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരട്ടം എല്ലായിടത്തും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പിന്നെ ശരി ആയിക്കോളൂ കേട്ടോ. പിന്നെ അതാ ഫാദറിന് നല്ല പനിയാട്ടോ, ജലദോഷം ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇങ്ങനെ എന്താ പറയുക നല്ല പനി, രാത്രി എന്തോ ഒരു പനി ആയിരുന്നു, നല്ല പനി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫാദറിൻ്റെ പനി കുറഞ്ഞ് എനിക്ക് ജലദോഷം ആയിട്ടുണ്ട്, തലവേദന പനി ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്നറിയില്ല, കാലാവസ്ഥൻ്റെ ആണെന്ന് തോന്നുന്നു ഇവിടെ. ഇനി ഇതാ ബെഡ്ഷീറ്റും ഡോയ് കവറും പിന്നെ പില്ലോ കവറും ഒക്കെ വാഷാക്കാനുണ്ട്. അപ്പോൾ അത് വാഷിംഗ് മെഷീനിൽ കൊടുത്തിട്ടിട്ട് അതൊന്ന് ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ എനിക്ക് ഫുഡാക്കാനുണ്ട് ഉച്ചക്കത്തെ. അപ്പോൾ ഞാൻ മീൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ മീൻ മുറിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുളിക്കുന്നതിന് ഫ്രഷ് ആകുന്നതിന് മുന്നേ. പിന്നെ അത് തണുപ്പ് പോയിട്ടില്ല. പിന്നെ എനിക്കില്ലേ തലയിൽ താരം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനില്ലേ അതിൽ ഉലുവെല്ലാം അരച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ അത് ഞാൻ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞപ്പം ഞാൻ തലക്കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം ഇട്ട് നിൽക്കാൻ പറ്റില്ല, ജലദോഷവും ഇതെല്ലാം വരുമല്ലോ. അപ്പോൾ അത് ഉണങ്ങിയപ്പം ഞാൻ വാഷാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് കുളിക്കേണ്ടി വന്നിട്ടാ, പെട്ടെന്ന് തലനച്ചിട്ട് കുളിക്കേണ്ടി വന്ന്. പിന്നെ തണുപ്പും പോയിട്ടില്ല മീൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വിചാരിച്ച് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേനും തണുപ്പെല്ലാം പോവില്ല, അപ്പം കട്ട് ചെയ്യാമെന്ന്. പിന്നെ ഇപ്പോൾ തണുപ്പ് പോയി പിന്നെ ഫ്രഷായി പിന്നെ ഒക്കെ വരുമ്പോഴത്തേന് പിന്നെ ഫുഡെല്ലാം ആക്കിയിട്ട് വരുമ്പോഴത്തേനില്ലേ നല്ലോണം ലേറ്റാവും. പിന്നെ തലക്ക് ഇതിട്ടുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് എടുക്കാനും പറ്റില്ല, ഷോളൊന്നും ഇല്ലാതെ. ഇതിവിടെ പറയാൻ കാരണം എന്താണെന്നറിയോ, എന്തായാലും എനിക്ക് കമൻറ്റ് വരും ഫ്രഷ് ആകുന്നതിൻ്റെ മുന്നേ എന്താ ഫിഷ് കട്ടാക്കി കൂടെ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഈ ഫിഷ് ആയാലും നമ്മൾ മാർക്കറ്റിൽ നിന്ന് ചിലപ്പോൾ അങ്ങനെ വാങ്ങും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ മോളിൽ നിന്നെല്ലാം നെസ്റ്റോന്നും ലുലുലെന്നെല്ലാം വാങ്ങാന്നുണ്ടെങ്കിൽ കട്ടാക്കിയിട്ട് തന്നെ അവർ തരില്ല കേട്ടോ. ഇതില്ലേ നമ്മളിവിടെ ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ ഒരു പെണ്ണുങ്ങ കാറിൽ ഇങ്ങനെ മീൻ കൊണ്ടടക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇത് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ കട്ടാക്കി തരൂല, അപ്പോൾ അങ്ങനെ വാങ്ങിച്ച മീനാണ്. ഇന്നില്ലേ നല്ലൊരു ലഞ്ച് റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കില്ലേ വെണ്ടയ്ക്കായിട്ട് നല്ലൊരു അടിപൊളി കറി വെക്കുന്നുണ്ട് കേട്ടോ, ഒരു വെറൈറ്റി ആയിട്ടുള്ള കറിയാണ്. പിന്നെ ക്യാരറ്റ് എന്തെല്ലാം പച്ചക്കറി വേണ്ടി, അപ്പോൾ അതെല്ലാം ഞാനിതാ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇടാം, ചിലപ്പോൾ ഞാൻ ഉപ്പിടലുണ്ട്, ചിലപ്പോൾ അങ്ങനെ വെക്കലാന്ന് കേട്ടോ. ഇനിയിപ്പോൾ അതാ ഫിഷ് ഒന്ന് കട്ട് ചെയ്യട്ടെ. ഈ ഒരു മീൻ നമ്മൾ പുതിയാപ്പിളക്കോര എന്ന് പറയും, ഉപ്പളത്ത് അതിൻ്റെ പേർക്ക് എന്താ പുന്നാട്ടിക്കട്ടിലാന്ന് പറയും കേട്ടോ. പിന്നെ ഇവിടെ ഇബ്രാഹിം സുൽത്താൻ, അങ്ങനെ ഭയങ്കര വലിയ പേരെല്ലാം ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, നമ്മളെ മീനിൻ്റെ അത്ര ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ, നാട്ടിലത്തെ ആ ഒരു പുതിയാപ്പിളക്കോരൻ്റെ അത്ര ടേസ്റ്റൊന്നും ഇല്ല എന്തായാലും. ഇനിയിപ്പോൾ അതാ മീൻ 2 ഉള്ളൂ കേട്ടോ. അതിതാ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീഡിയോസ് എടുത്തതാണ്. അപ്പോൾ അതിലേക്ക് ഇതാ ഞാനിപ്പം മീനിൻ്റെ മസാല അരച്ചതെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ഹാർഡായിട്ടുണ്ടായിരുന്നു മുളക്. അങ്ങനെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ ഒരു കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതിൻ്റെ ശേഷം എന്താ പറയുക, ആ ഒരു വെള്ളം തന്നെ ആ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് പുളി, കുറച്ച് മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പിന്നെ ഉള്ളി, ഒരു വെല്ലുള്ളിൻ്റെ ചെറിയ ഉള്ളി കേട്ടോ, വലിയ ഉള്ളിയല്ല, അതായത് വെല്ലുള്ളിൻ്റെ ചെറുത്, ചീരുള്ളി അല്ല കേട്ടോ, അതെല്ലാം എടുത്തിട്ട് വെല്ലുള്ളിയിൽ ചെറുത് വരുന്നില്ല, അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ 3-4-5 വെളുത്തുള്ളി കേട്ടോ. ഇതിൻ്റെ റെസിപ്പി എല്ലാം ഫിഷ് മസാലയുടെയും പച്ച മസാലയുടെയും എല്ലാ റെസിപ്പിയും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും പുളിയും
പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ നല്ലോണം ഒന്ന് അരച്ച് നല്ല പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഞാൻ ചെറിയൊരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലാന്ന്. കുറേ ഉണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കും, കുറച്ച് ഫ്രീസറിൽ വെക്കും, പിന്നെ കുറച്ച് താഴെ വെക്കലാന്ന് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് അരച്ചിട്ടുള്ളൂ, അപ്പോൾ ഞാൻ താഴെ തന്നെ വെക്കലാം ബോക്സിലാക്കിയിട്ട്. അപ്പോൾ അതാ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മസാലയോട് കൂടിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നുള്ളത്. പിന്നെ ആ മീനിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലത്തെ പുതിയാപ്പിളക്കാട്ടിലൊക്കെ അല്ലേ ഉപ്പ് നല്ലോണം കുറച്ചെല്ലാം വേണം, അല്ലെങ്കിൽ ഉപ്പ് പിടിക്കൂല. കൂന്തളിലൊക്കെ കുറച്ച് ഉപ്പിട്ടെടുത്താൽ മതി. പക്ഷെ അതേപോലെയല്ല, ഇതുപോലത്തെ മീനെല്ലാം കുറച്ച് കൂടുതൽ തന്നെ ഉപ്പിട്ടെടുത്താലാട്ടോ ആരും ഉപ്പ് നല്ലോണം അതിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ അതാ ഉപ്പെല്ലാം ഇട്ടെടുത്തിട്ട് നല്ലോണം മസാല തേച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ പച്ചക്കറിയില്ലേ, വെണ്ടക്ക പ്രത്യേകിച്ചിട്ട് ഇതുപോലെ നല്ലോണം കഴുകിയിട്ടില്ലേ, ഇതുപോലെ ഒരു തുണിയിൽ ഇങ്ങനെ വിരിച്ചിട്ട് വെച്ചാൽ മതി. അപ്പല്ലേ പെട്ടെന്ന് വെറ്റായിക്കോളൂ കേട്ടോ. ഒട്ടും വെള്ളം പാടില്ല വെണ്ടക്കമ്മൽ. കാര്യം നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, അപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുക, അപ്പം പിന്നെ ഗ്യാസും ഒക്കെ വെടക്കാവും. അപ്പോൾ വെള്ളം ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിത് ഇതുപോലെ ഒരു മുണ്ട് വിരിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ, കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബീട്രൂട്ടും ക്യാരറ്റും ഞാൻ ഉപ്പേരി വെക്കാനാണ്, അപ്പോൾ അതും അവിടെ തന്നെ വെച്ചെടുത്താൽ കേട്ടോ. അതങ്ങനെ വെക്കണം എന്നില്ല, വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണമെന്നൊന്നുമില്ല, ഞാൻ വെറുതെ അതിൻ്റെ കൂടെ വെച്ചതാന്ന് കേട്ടോ. ഇനിയിപ്പോൾ അതാ എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ ജ്യൂസാക്കാമെന്ന് വിചാരിച്ച്. ഏത് പഴ എന്താ ഉള്ളത് അത് വെച്ചിട്ട് ചിലപ്പം മറ്റേ റോബസ്റ്റ പഴം, അവക്കാട് അങ്ങനെ വെച്ചിട്ടാക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക സ്ട്രോബെറി വെച്ചിട്ട്. ഇതുവരെ എൻ്റെ അടുത്ത് ഞാൻ ഫ്രീസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ട്രോബെറി, അത് തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ബെറി, അതിൻ്റെ കൂടെ ആപ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, തൊലി കളഞ്ഞിട്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു ആപ്പിളിൻ്റെ പകുതി. പിന്നെ കുറച്ച് തൈരും ഇട്ടെടുത്തിട്ട് ഉപ്പും ഷുഗറൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് പിന്നെ തൈരിൽ കുറച്ചുണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അതാ സ്മൂത്തി ആക്കിയിട്ട് ഇതൊരു ഗ്ലാസ് കുടിക്കണം കേട്ടോ. ഇങ്ങനെ വിശക്കുന്ന ടൈമിൽ ഞാനിപ്പോൾ ചെയ്യലിങ്ങനെ സ്മൂത്തി ആക്കിയിട്ട് അങ്ങനെ കുടിക്കലാന്ന്. പിന്നെ ഫാദുവിനിപ്പം ഇതൊന്നും കുടിക്കാൻ പറ്റില്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ ഫാദു പൊതച്ചവിടെ കിടക്കുന്നുണ്ട് പനി വന്നതുകൊണ്ട് തന്നെ. എന്താ പറയുക, അപ്പം അതിന് ചെറിയ ജീരകത്തിൻ്റെ വെള്ളം ചൂടാക്കിയിട്ട് അങ്ങനെ കുറച്ചായിട്ട് അങ്ങനെ കൊടുക്കാട്ടോ ചെയ്യുന്നത്. ഇപ്പം അങ്ങനത്തെ ഒന്നും പാൽ ഐറ്റംസ് ഒന്നും അങ്ങനെ കൊടുക്കലില്ല. ജലദോഷം വരുമ്പോൾ പ്രത്യേകിച്ചിട്ട് നമ്മൾ ഈ തൈര് അങ്ങനത്തെ ഓറഞ്ച് ഇങ്ങനത്തെ ഒന്നും കഴിക്കാത്താട്ടോ ഏറ്റവും നല്ലത്. അതെല്ലാം കൂടുന്ന നമ്മൾ ജലദോഷമെല്ലാം കൂടുതലും ഇങ്ങനെ കൂടിപ്പോവും. ഇനിയിപ്പോൾ അതാ വെളിച്ചെണ്ണ എടുത്തത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പം അതൊന്ന് ഫില്ലാക്കട്ടെ. ഈ ഒരു ഫില്ലാക്കുന്ന എന്താ പറയുക ഈ ഒഴിച്ചുന്ന നാളെ എന്നെല്ലാം പറഞ്ഞ് നമ്മളവിടെ, അത് ഞാനില്ലേ പഴയ എൻ്റെ ഓയിലിൻ്റെ ബോട്ടിലായിരുന്നു കേട്ടോ, ആ ബോട്ടിലിൻ്റെ ടോപ്പ് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഫില്ലാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അതെടുത്തിട്ട് നിറച്ചെടുക്കുക. എന്നിട്ട് ഓയിൽ നിറച്ചതുണ്ട്, വെളിച്ചെണ്ണ നിറച്ചതില്ല. അപ്പോൾ വെളിച്ചെണ്ണ വേണം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ആ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലാക്കാമെന്ന് വിചാരിച്ച് ഫിഷെല്ലാം ഫ്രൈ ആക്കുമ്പോൾ. അപ്പോൾ ഇതാ ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാം കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് അല്ലേ ഫിഷെല്ലാം ഫ്രൈ ആന്ന്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്, അതിലേക്ക് ഇതാ നമുക്ക് ഫിഷ് മസാല തേച്ചില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കൊണ്ടുപോയില്ല, അത് ജീരക വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതിന് ചൂടാക്കിയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുപോയിട്ട് അങ്ങനെ കൊടുത്തതാണ്. പിന്നെ ഇതാ ഒരടുപ്പത്തിലെ കറിക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിനായിട്ട് ഇതാ ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണ് പച്ചമല്ലിയില്ലേ അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി വേണ്ട കേട്ടോ, ഇഞ്ചാണ് ഒരു ചെറിയ പീസ് മതി, അത് ചെറിയ പീസാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ കാശ്മീരി മുളക് ഉണ്ടല്ലേ അത് ഒരു 3-4 അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 പീസ് എടുത്തിട്ട് ചെറിയ കുരുകുന കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് തേങ്ങ നല്ലോണം ഒന്ന് വറുത്തെടുക്കട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം നമ്മൾ ചിക്കൻ്റെ കറിയെല്ലാം വെക്കുമ്പോൾ വറുത്തെടുക്കുന്നില്ലേ അതുപോലെ തന്നെ വറുത്തെടുക്കുക. അപ്പോഴേക്കും ഇതാ വെണ്ടക്കൻ്റെ വെള്ളമെല്ലാം ഞാനൊന്ന് കോട്ടൻ്റെ തുണിയിൽ വെച്ചിനല്ലേ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വലിയ പീസ് തന്നെ ആക്കിയിട്ട് വെണ്ടക്ക അതായത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണുന്നില്ലേ കട്ട് ചെയ്യുന്ന നീളം, അപ്പോൾ ഇതുപോലെ തന്നെ വെണ്ടക്ക ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കുക. കുറച്ച് വലുത് തന്നെ ആക്കിയിട്ട് കട്ട് ചെയ്യാൻ മറക്കണം കേട്ടോ. അതോടെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് വെണ്ടക്ക. പിന്നെ അതാ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഗ്യാസ് മേലെ പെട്ടെന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാമല്ലോ. അപ്പോൾ അതാ ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും കൂടിയാണ് ഉപ്പേരി വെക്കുന്നുള്ളത്. അതിലേക്ക് തേങ്ങ, പച്ചമുളക് എല്ലാം ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അതും ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ ഫിഷിലെ ഞാൻ തിരിച്ച് മറിച്ചെല്ലാം ഇട്ടെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഒന്നും കൂടെ മസാല ബാക്കിയുള്ളതില്ലേ നമ്മൾ, അതായത് മീൻ പറ്റി വെച്ച ആ ചട്ടിയിൽ കുറച്ചും കൂടെ മസാല ഞാൻ ബാക്കിയുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കാനുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാം. ഇങ്ങനെ തന്നെ മതി ഫ്രൈ ചെയ്തതെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കട്ടോ. ഞാൻ കുറച്ചും കൂടെ ഒന്ന് മസാല ഉണ്ടാകുമ്പോൾ ഒന്നും കൂടെ പാത്തിന് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ചട്ടി തന്നെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ചട്ടിയിലുള്ള കുറച്ച് മസാല ഇല്ലേ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള മസാല മൊത്തത്തിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ആ മസാല ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് മീനില്ലേ അത് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ ഒരു മസാല തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ മീനുമേലാക്കട്ടോ. അപ്പോൾ ആ ഒരു മീനിൻ്റെ മസാല തന്നെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. മീൻ സാധാരണ ഫ്രൈ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ചെയ്യുമ്പം കുറച്ചും കൂടെ ഒരു മസാല കിട്ടുമ്പം ചോറിൽ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ തേങ്ങ അല്ലേ വറുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി മിക്സിൻ്റെ ജാറിൽ ഒന്ന് നല്ലോണം അരച്ചെടുക്കണം. ചൂടാറിയതിൻ്റെ ശേഷം നമ്മളെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏത് ഫിഷ് ആയിട്ടും ഇങ്ങനെ ചെയ്യട്ടോ, നല്ല ഒരു കക്കം കഴിക്കാൻ നല്ല രസമാണ്. ഇനിയിപ്പോൾ ഞാൻ ചോറ് വെക്കുന്നുണ്ട്. ചോറ് പിന്നെ പൊന്നരി പോലത്തെ അരിയാണ് കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ തിളപ്പിച്ച് ഊറ്റുന്ന അരിയാണ്. ഞാൻ എപ്പോഴും പാലക്കാട് മട്ടനില്ലേ അതാണ് എടുക്കൽ. ഇന്ന് ഇപ്പം എൻ്റെ അടുത്ത് അത് തീർന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക പൊന്നരി പോലത്തെ അരിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരടുപ്പത്ത് പച്ചക്കറി ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം പിന്നെ എല്ലാവർക്കും അറിയുന്നില്ല. വെണ്ടക്കൻ്റെ കറി ഉണ്ടാക്കാൻ തുടങ്ങുക. അതിനായിട്ട് ഞാൻ ഒരു ഇതുപോലത്തെ ഒരു കുറച്ച് കുണ്ടുള്ള ചട്ടി എടുക്കാൻ കേട്ടോ ഏറ്റവും നല്ലത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയില വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് വെണ്ടക്ക കട്ട് ചെയ്തതില്ല അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെണ്ടക്ക ഒന്ന് വേവിച്ചെടുക്കട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിപ്പം നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ വെണ്ടക്ക പൊട്ടിത്തെറിക്കും വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ വെള്ളം നല്ലോണം കഴുകിയതിൻ്റെ ശേഷം വെള്ളം നല്ലോണം ഊറ്റിയതിൻ്റെ ശേഷം ഇതുപോലെ വറുത്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വെണ്ടക്ക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വറുത്തെടുത്തതിന് ശേഷം ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ചട്ടിയിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പം വെളുത്തുള്ളി ഇഞ്ചി ചെറുതാക്കി പൊടിയായിട്ട് കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കട്ടോ. ഒരു 3 അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്താൽ മതി. അതും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒരു വലിയ ഉള്ളി കേട്ടോ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഉള്ളി സോഫ്റ്റായിട്ട് വരുമ്പം അതിലേക്ക് പച്ചമുളക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കാശ്മീരി മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഉണക്കമുളക്. അതെന്തായാലും എരിവുണ്ടാവില്ല. അപ്പോൾ ഞാൻ പച്ചക്കറിയിലേക്ക് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി നല്ലോണം വാടിയതിൻ്റെ ശേഷം വേണം കറിവേപ്പില മുളക് ചേർത്ത് കൊടുക്കാൻ. അപ്പം നിങ്ങൾക്ക് എരിവ് അതിനനുസരിച്ച് തന്നെ മുളക് ചേർത്ത് കൊടുത്തോളി കേട്ടോ. ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളി കുറച്ച് കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ ഞാനൊരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു 5-6 കുരു എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലോണം പിഴിഞ്ഞിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എത്ര കറി വെക്കുന്നത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പുളി നല്ലോണം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ പിന്നെ വെണ്ടക്കൻ്റെ അച്ചാറില്ലേ അതുപോലെ ആയിട്ട് മാറും. അപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള നമ്മൾ കറിയിലെല്ലാം മീനിൻ്റെ കറിയിലെല്ലാം ഒഴിച്ചു കൊടുക്കില്ലേ പുളി അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കട്ടോ. എന്നിട്ട് ഉള്ളിയും അതുപോലെ തന്നെ പുളിയും നല്ലോണം ഒന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടക്കല്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് മൂടിയിട്ട് വെക്കട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഒരു 1-2 മിനിറ്റ് അങ്ങനെ മൂടിയിട്ട് വെച്ചാൽ മതി ലോ ഫ്ലെയിമിൽ. എന്നിട്ട് മൂടി ഒന്ന് ഓപ്പൺ ആക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്തരച്ച് വെച്ച ആ ഒരു മസാല ഇല്ലേ നല്ലോണം പേസ്റ്റ് പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലോണം വെള്ളം പോലെ കുറച്ച് തിക്കാണ് കേട്ടോ ഈ ഒരു കറി വേണ്ടത്. നല്ലോണം വെള്ളം പോലെ ആവേണ്ട. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കറക്റ്റ് എത്ര വെള്ളം അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ തീ ഓഫാക്കിയിട്ട് വെക്കട്ടോ. ഇതാണ് നമ്മളെ വെണ്ടക്കൻ്റെ കറി. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ പത്തിരിൻ്റെ കൂടെ ദോശൻ്റെ കൂടെ എല്ലാം നല്ല ടേസ്റ്റാട്ടോ. ചോറിൻ്റെ കൂടെ
അടിപൊളിയാണ്. കറിയെല്ലാം തിളച്ചതിന് ശേഷം ലാസ്റ്റില്ലേ ഒരു 1/4 ടീസ്പൂൺ മാത്രം ശർക്കരൻ്റെ പൊടി ഉണ്ടെന്ന് അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയൊരു ശർക്കരൻ്റെ പീസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അത് മറക്കാതെ ചേർത്ത് കൊടുക്കുക. ഇതുവരെ നിങ്ങൾ ഇതുപോലത്തെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സ്പെഷ്യലായിട്ടെല്ലാം എല്ലാം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനിയിപ്പം ഞാൻ തീ ഓഫാക്കിയിട്ട് ഇനിയിപ്പം നമ്മൾ ഫുഡ് വിളമ്പട്ടെ. ഞാൻ അതിൻ്റെ ഇടയിൽ ചോറെല്ലാം ഊറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കാണിച്ചിട്ടില്ല. ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകിയിട്ട് വെച്ച് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അതാ നമ്മൾ പെട്ടെന്ന് ചോറ് കഴിക്കട്ടെ. പിന്നെന്താ, ഇനിയിപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ ഏതെങ്കിലും വ്ളോഗിലെല്ലാം കാണിക്കാം. ഇനിയിപ്പം നമ്മൾ ചോറ് വയ്ക്കട്ടെ. ചോറ് വഹിച്ചിട്ട് നിസ്കരിച്ചിട്ട് പിന്നെ എനിക്ക് കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സിൻ്റെ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുള്ള കുറച്ച് ഡ്രസ്സെല്ലാം എടുത്ത് വെക്കാനുണ്ട്. ഞാൻ അയൺ ചെയ്തിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് അത് ഷൂട്ടാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലില്ലേ ആ ഡ്രസ്സെല്ലാം ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചാന്ന്. മാത്രമല്ല ലെങ്തായി പോയിട്ട് ആ വീഡിയോ നമ്മൾ ബെഡ്ഷീറ്റും അതിൻ്റെ ഡോ കവറെല്ലാം ഫില്ലാക്കുന്നതെല്ലാം കാണിച്ചപ്പോൾ നല്ലോണം ലെങ്തായി പോയിട്ടുണ്ട് വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ആ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടട്ടോ. അപ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഡ്രസ്സ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.